ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രണ്ട് കൊച്ചു സിത്താര മേഡത്തിന്റെ തന്നെ. അതിൽ ഒരു കൊച്ചിന് തങ്ക ചിലപ്പം മോഷ്ടിച്ചതോ മറ്റോ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ ഒരു കല്യാണം നടക്കണ്ടോ? അയ്യോ മോളെ, മോളെ നീ എന്താ കാണിക്കുന്നേ? മാറ്റത്. നീ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ നമുക്ക് മനസ്സിലായില്ലേ? അമ്മ വിചാരിച്ചിട്ട് ഈ കല്യാണം മുടക്കാൻ പറ്റിയില്ലല്ലോ. പക്ഷെ ഞാൻ ചത്ത കുറച്ചു കാലത്തേക്കെങ്കിലും പറ്റും. വെറുതെ ഭ്രാന്ത് പറയല്ലേ. ചത്ത കളഞ്ഞ് കല്യാണം മുടക്കിയിട്ട് നിനക്കെന്താടി നേട്ടം? അല്ലെങ്കിൽ എനിക്ക് നേട്ടമൊന്നും ഇല്ലല്ലോ. ഒന്നുകിൽ എന്നെ എവിടെയെങ്കിലും പോവാൻ സമ്മതിക്ക, അല്ലെങ്കിൽ ചാവാൻ വിട്. വെറുതെ നോണം കെട്ടി ഇവിടെ നിക്ക. എടി മോളെ, അതെ, നിന്റെ മനസ്സില് ഈ ആഗ്രഹം കുത്തിവെച്ചതും അത് വളർത്തി വലുതാക്കിയതൊക്കെ ഈ അമ്മയാണ്. സിത്താര ശ്രീനിവാസന്റെ മകളെ കണ്ടപ്പോഴേ എന്റെ പൊന്നുമോളെ അവൻ മയങ്ങിപ്പോയത് നിന്നെ വേണ്ടാന്ന് വെച്ചത്. അവളെ അങ്ങ് ഇല്ലാതാക്കാനാ ഇനി എന്റെ ഉദ്ദേശം. അതെ മോളെ, ഇതുവരെ നവീനോടും കുടുംബക്കാരോടും കെഞ്ചാൻ മാത്രമല്ലേ നമ്മൾ സമയം ചെലവഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ വഴി ഒന്ന് നോക്കാം. സിത്താരയുടെ മകളുടെ മരണയോഗം നമ്മുടെ കൈകൊണ്ടാണെങ്കിലോ? നിനക്ക് വേണ്ടി ഞാനത് ചെയ്യും. അതിലൊരു സംശയവും നിനക്ക് വേണ്ട. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചേച്ചി അറിയാതെ നോക്കണം. അറിഞ്ഞാ പിന്നെ കുട്ടനാട് മാത്രമല്ല ആലപ്പുഴ ജില്ല മുഴുവനും അറിയും. നിങ്ങൾ ഈ പറയുന്നതൊക്കെ നേരാണോ? ആ രണ്ട് പിള്ളേരും ഒരുപോലെ തന്നെയാണോ? എന്താ സംശയം? ഒരു മാറ്റൂല. അവര് തമ്മിൽ എന്തോ ബന്ധമുണ്ട്. രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ കൃഷ്ണയും ഗാഥയും തങ്കയുടെ മക്കളാ. ഒരു മോളെ സിത്താര മേഡത്തിന് വിറ്റതാകും. ഏയ്, തങ്കേച്ചിയെ കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. എന്നാ പിന്നെ മറ്റത് എന്ത്? രണ്ട് കൊച്ചു സിത്താര മേഡത്തിന്റെ തന്നെ. അതിൽ ഒരു കൊച്ചിന് തങ്ക ചിലപ്പം മോഷ്ടിച്ചതോ മറ്റോ. തങ്കത്തിന്റെ പകർച്ച കണ്ടിട്ട് അങ്ങനെ ആകാനാണ് സാധ്യത കൂടുതൽ. എന്റെ ഗോപാലേട്ടാ, അറിയാത്ത കാര്യം ഒന്ന് ഉറപ്പ് പറയലേ. സുരന്തേ, സിത്താര മേഡത്തിന്റെ മകളാണ് കൃഷ്ണയെങ്കില് ഈ സത്യം അറിഞ്ഞ അവള് രക്ഷപ്പെടും. എടി, അവള് നമ്മളെ കൊച്ചല്ലേ. അവള് രക്ഷപ്പെടുന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പ്രകാശ, ഈ ഉമ്മർത്ത് ഇതൊരു സ്ഥിരം പരിപാടിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ഇന്ന് ഒരു ദിവസം ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. അല്ല, നിങ്ങളെന്താ ഈ നേരം വരെ പറഞ്ഞോണ്ടിരിക്കുന്നേ? കൊറേ നേരം ആയല്ലോ. ഒന്നുമില്ല, ഈ പ്രകാശനെ ഗൾഫിന്റെ കാര്യങ്ങളൊക്കെ അറിയണം. പ്രകാശന് ചോദ്യം മാത്രമല്ലേ ഉള്ളൂ, നേരെ ചൊവ്വേ പണിക്ക് പോയില്ലല്ലോ. എന്റെ സുനന്ദേ, നിന്റെ ആങ്ങളയുടെ ഒരു കാര്യം. അയ്യോ, എന്റെ മീൻ കിടന്ന് കരിയുന്നു. തങ്കയുടെ നാവിന്നൊന്നും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഉള്ള മാർഗം തങ്ക അറിയാതെ ആ വീട്ടിനുള്ളിൽ കയറുക എന്നുള്ളതാ. എന്തിന്? കക്കാനൊന്നുമില്ല. അവിടെ എന്തിരുന്നിട്ടാ? നമ്മൾ ഈ അന്വേഷിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു തെളിവ് അതിനകത്തുനിന്ന് കിട്ടുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്നാ പിന്നെ നമുക്ക് കേറാളിയാ. പാതിരാവട്ടെ. ഗോപാലേട്ടാ, അപകടാണ്. ഓ, ആരും അറിയാൻ പോകുന്നില്ല. പ്രകാശ, നമുക്ക് ഇന്ന് രാത്രി ആ വീട്ടിൽ കയറണം.
അതെ, വാതിലെങ്ങനെ തുറക്കും? പഴയ വീടല്ലേ, വാതിലിന് വലിയ ഉറപ്പൊന്നും കാണത്തില്ല. തുറക്കാൻ പറ്റും. ആഹാ, അളിയന് നല്ല പരിചയമുണ്ടല്ലേ. വാതിലൊക്കെ ഞാൻ തുറന്നു തരാം, മിണ്ടാതെ കൂടെ വന്നാൽ മതി. നടക്ക്. അളി ഇവിടെ വേണ്ട, ആ മുറി നോക്കാം. അയ്യോ, എന്തു പറ്റി? ശബ്ദം ഉണ്ടാക്കുന്ന മിണ്ടാതിരി. വെറുതെ ബഹളുണ്ടാക്കി ആളെ എഴുന്നേൽപ്പിക്കില്ലേ. ആ മുറി കയറണ്ട, ഇതിനകത്ത് കയറും. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ലൈറ്റ് അടി, ഓൺ ചെയ്ത